ഇന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇഫ്താർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സാണ്. അപ്പം അതിനു വേണ്ടി ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്നെയൊക്കെ കൊണ്ടാക്കുന്നതാണ്. ടൈം കുറച്ച് ലേറ്റായിപ്പോയി എല്ലാവരും വന്നെത്തിയപ്പോഴേ. അപ്പം എല്ലാ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിലായിരുന്നു. ഓരോരുത്തരും ഓരോ ജോലിയിലായിരുന്നു. ജ്യൂസ് അടിക്കലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നേ. ഇത് മാങ്ങ വന്നിട്ട് നന്നായിട്ട് പഴുത്ത് പോയി കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഇഫ്താർ ടെറസിൻ്റെ മുകളിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേര് അവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പെട്ടെന്ന് ഓരോ ജോബും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓരോരുത്തരും. നമ്മൾ എത്ര ഹയർ എഡ്യൂക്കേഷൻസ് പഠിച്ചാലും നമുക്കൊക്കെ ഇനി എത്ര ജോബും കാര്യങ്ങളും കിട്ടിയാലും കല്യാണം കഴിഞ്ഞു പോയാലും നമുക്ക് കുറച്ച് മുതൽക്കൂട്ടാണ് നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ്. അത് നമുക്ക് അങ്ങറ്റം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ അങ്ങേ അറ്റം വരെ ഒരുപാട് നല്ല മെമ്മറീസ് തന്ന ഒരു കൂട്ടം വൈബ് തന്ന ഒരു ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും സ്കൂളിൽ പഠിച്ചതെന്ന് പറയുന്ന ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഡിഗ്രിക്ക് പോയിക്കോട്ടെ, PGക്ക് പോയിക്കോട്ടെ, വലിയ ജോബുകളും കാര്യങ്ങളും കിട്ടിക്കോട്ടെ, എത്രയൊക്കെ പറഞ്ഞാലും സ്കൂളിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഫ്രണ്ട്സ്. അൽഹംദുലില്ലാഹ് എനിക്കും അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മുകളിൽ ഇതൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചപ്പോഴത്തേനും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് ചേഞ്ചായി പെട്ടെന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ ചറപറാന്ന് മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മളിതൊക്കെ കൂടെ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കൊണ്ട് ഹാളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കുറച്ചധികം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറുത്ത പർദ്ദയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഫ്രണ്ട്സിനൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ഓക്കെ ആക്കി എടുക്കാം. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ തന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ചന്ദ്രനൊക്കെ ഉദിച്ച് നിൽപ്പുണ്ടായിരുന്നു. ആകാശത്തിൽ പ്രാവൊക്കെ പറക്കുന്നത് കണ്ടോ. ഈ വൈബൊക്കെ ആസ്വദിച്ച് കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങളും ഇപ്പോഴത്തെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. മന്തിയാണ് ഇന്നത്തെ ഫുഡ്. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ മക്കളാണ്. അപ്പം എല്ലാവരും മക്കളെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞങ്ങൾ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.